ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാസർഗോഡ് സ്പെഷ്യൽ ചറുമുറായിട്ടാണ്. ഞാനെങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിച്ചിരുന്നുള്ളത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു ചെറുനാരങ്ങ, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, 3-4 മുട്ട പൊങ്ങിയത്, പിന്നെ കുറച്ച് നിരക്കടലയാണ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊരി ആവശ്യത്തിന്, നമുക്ക് എത്രയാണ് ആവശ്യം അത്രയും പൊരി. ഇനി നമുക്ക് ഉള്ളി ചെറുതായി ഇതുപോലെ മുറിച്ച് കൊടുക്കാം. ഇത് ചെറിയ ചെറിയ പീസസ് ആവുന്ന അത്ര നല്ലതാണ്, കുറേ വലിയ വലിയ പീസസ് ആവാൻ പാടില്ല. ഇനി നമുക്ക് പച്ചമുളകും കൂടി ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാം. ഞാൻ കുറച്ച് വലിയ പീസസ് ആക്കുന്നുണ്ട്, കാരണം ഇവിടെ പിള്ളേർ എടുത്ത് കളയും, അതുകൊണ്ട് ചെറുതാക്കിയാൽ പ്രശ്നമാവും. ഇനി നമുക്ക് തക്കാളിയും ഇതേപോലെ തന്നെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കുറേ വലിയ വലിയ പീസസ് ആവാൻ പാടില്ല, ചെറുത് തന്നെ വേണം. ഇതൊക്കെ കളി കഴിഞ്ഞാൽ നമുക്ക് മല്ലിയിലും കൂടി അതേപോലെ അരിഞ്ഞെടുക്കാം ചെറിയ ചെറിയ പീസസ് ആയിട്ട്. ഇനി നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയും ഇതേപോലെ കഷ്ണം വെച്ച് കൊടുക്കാം. അത് നമ്മളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും, പിന്നെ 1 ടീസ്പൂൺ വിനേഗറും കൂടിയിട്ട് നന്നായി നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച എല്ലാ സാധനങ്ങളിലോട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ഇതിൻ്റെ കുരുവൊക്കെ നീക്കിയതിന് ശേഷമാണ് പിഴിഞ്ഞ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നേരത്തെ വറുത്ത് വെച്ച് കടലയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പൊരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഇത് കുറേ സമയം മിക്സ് ചെയ്തതിന് ശേഷം വെക്കാൻ പാടില്ല, അപ്പോൾ തന്നെ സെർവ് ചെയ്ത് കഴിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ക്രിസ്പിനെസ്സൊക്കെ പോയി ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. നമ്മൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.